പേരാമ്പ്രയിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന അതിസുരക്ഷയുള്ള സ്ട്രോങ് റൂമിനടുത്ത് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയതും മെറ്റീരിയൽ റൂം തുറന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന വിവരമാണ് രാകേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. രാകേഷിലേക്ക് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാം. രാകേഷ്, ഈ പേരാമ്പ്രയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായി എന്ന തരത്തിൽ തന്നെയാണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വന്നത്. എന്തായാലും UDF ഈ ഒരു വിഷയം ഒരു സജീവമായി തന്നെ നിലനിർത്താനുള്ള നീക്കത്തിലാണല്ലേ? തീർച്ചയായും സ്വപ്ന പറഞ്ഞതുപോലെ തന്നെയാണ്. പോളിംഗ് രേഖകൾ സൂക്ഷിച്ച സീൽ ചെയ്യാത്ത മുറിയാണ് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ തുറന്നത് എന്നുള്ളതാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. അതേസമയം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ കേസ് ഫയൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. ഫോം 17C പ്രകാരം പുരുഷ വോട്ടർമാർ, ഒപ്പം തന്നെ വനിതാ വോട്ടർമാർ, പ്രവാസി വോട്ടർമാർ എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ക്രോഡീകരിച്ച് രേഖപ്പെടുത്താൻ വിട്ടുപോയ റിട്ടേണിംഗ് ഓഫീസർ ഇക്കാര്യങ്ങൾ വീണ്ടെടുക്കാനായാണ് റിസർവ് റൂം, മെറ്റീരിയൽ റൂം എന്ന് പറയുന്ന ഈ മുറി തുറന്നിട്ടുള്ളത് എന്നാണ് നൽകുന്ന വിശദീകരണം. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് UDF വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയം തന്നെയാണ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കണം എന്നുള്ളതാണ് UDFന്റെ ആവശ്യം. എൻകോർ സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ പരിശോധിച്ച് അന്തിമമായി പ്രൂവ് ചെയ്യേണ്ട തീയതി ഏപ്രിൽ 20 ആയിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ജില്ലാ കളക്ടർ ഏജന്റുമാരെ അറിയിച്ചുകൊണ്ട് മുറി തുറന്നിട്ടുള്ളത് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ UDFനകത്തും ഇത് സംബന്ധിച്ച ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. ഫാത്തിമ തെഹലിയയെ നേരത്തെ തന്നെ ഈ വിഷയം അറിയിച്ചിരുന്നു. എന്നാൽ അവർ UDF നേതൃത്വത്തെയോ മുസ്ലിം ലീഗ് നേതൃത്വത്തെയോ അറിയിക്കുന്നതിൽ കാലതാമസം വന്നു എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ UDFനകത്തും പുകയുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നു. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് UDF കോടതിയിലേക്ക് നീങ്ങുന്നത്.